എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുകയല്ലേ? ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിന്നിവിടെ ഒരു ട്യൂണയുടെ ഒരു കറി പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആയിട്ടാണ്. ട്യൂണ കറി അല്ലെങ്കിൽ ട്യൂണ വരട്ടിയെടുത്തത് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാം, വളരെ ടേസ്റ്റി ആയിട്ടും. അതിനിപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് നമ്മൾ നേരത്തെ എടുത്തില്ലേ, ഒരു സവാള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തു. പിന്നെ ഒരു പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയാണ് ഞാനിതിന് ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 2 തക്കാളി കൂടെ ചേർക്കും കേട്ടോ. അത് വഴിയെ ഞാൻ കാണിക്കും. നിങ്ങളത് റെസിപ്പീസ് ശ്രദ്ധയോടെ കാണണം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി എന്ന് ഞാൻ ചുമ്മാ പറയല്ല, നിങ്ങളത് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും കേട്ടോ. ഓക്കെ, നമ്മളിത് ഇപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു. ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ട് കൊടുത്തു. കടുകിട്ട് പൊട്ടിയപ്പോഴത്തേക്കും ഒരു 3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഞാനൊരു ചെറിയ വറ്റൽമുളക് ഇവിടെ കിട്ടുന്നത്. വലുത് കിട്ടും, എന്നാലും ചെറുതാണ് ഇവിടെ ഞാൻ മേടിച്ചത്. ചെറുതായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വറ്റൽമുളക് ഇടുന്നത്. അതൊന്ന് ഇതായപ്പോഴത്തേക്ക് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇടുമ്പോൾ എളുപ്പം വഴന്ന് കിട്ടും. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സക്സസ് ആയ ഒരു കാര്യവും കൂടിയാണ് കേട്ടോ. അത് നല്ലൊരു ഈസി മെത്തേഡ് കൂടിയാണ്. ഓക്കെ, നമ്മളത് നന്നായിട്ട് വഴറ്റിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് ഒരു ബന്ധം കൂടെ കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ശേഷം നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കും. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീഡിയോയുടെ താഴെ പിൻ ചെയ്യുന്ന ചാനലുകളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടം ആയതും ഇഷ്ടം അല്ലാത്തതുമായ എല്ലാ കമൻസും അവിടെ രേഖപ്പെടുത്താവുന്നതാണല്ലോ. ജസ്റ്റ് ഒരു ബ്ലാങ്ക് ആയിപ്പോയി, അത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, നമ്മളതിനിപ്പോൾ മൊത്തം വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം എത്തുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ തക്കാളി ചേർക്കുന്നുണ്ട്. 2 തക്കാളി കുറച്ച് വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത തക്കാളി ആകുമ്പോൾ അതിൽ പെട്ടെന്ന് അലിഞ്ഞ് ചേരും, വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് പഴുക്കാത്ത തക്കാളി ആണെങ്കിൽ അത് കുറച്ച് ടൈം എടുക്കുമല്ലോ. പറയുമ്പം ഇപ്പോഴും മിസ്റ്റേക്സ് മാറിയിട്ടില്ല. ഇപ്പോൾ വീഡിയോ ചെയ്യൽ കുറവാണ്, അതുകൊണ്ടാണ് തോന്നുന്നു. അതുമല്ല, കുറച്ച് അറിയാലോ, പരിമിതികളിൽ നിന്നുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവാകുമ്പോഴും ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തു. കാരണം എന്താ വെച്ചാൽ കുറച്ച് നാൾ അത് വച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഒരു 1 ഡേ കൊണ്ട് കഴിയാനല്ല, നമുക്കൊരു 4-5 ദിവസമൊക്കെ വച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. കറി എന്ന് പറയുമ്പോൾ നമ്മൾ വരട്ടിയെടുക്കുന്ന പോലെ അല്ലേ എടുക്കുന്നത്. അപ്പോൾ എല്ലാം വഴന്ന് വന്നതിന് ശേഷം എരിവെള്ള മുളക് പൊടി 1 സ്പൂണ്, കാശ്മീരി ചില്ലി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളിതിന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരേക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിക്കണം. ഇങ്ങനെ ഇത്രയും വഴറ്റിയെടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ
നമുക്ക് വച്ചിരുന്ന് യൂസ് ചെയ്യാനും പറ്റും. ഈ ജോലിക്കൊക്കെ പോകത്തില്ലേ, അവർക്കൊക്കെ ആണെങ്കിലും എളുപ്പമാണ്. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ദിവസമൊക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ച് യൂസ് ആക്കാം. ആ ടേസ്റ്റ് ഒട്ടും തന്നെ കുറയാതെ നമുക്ക് കഴിക്കാനും പറ്റും. ഞാനിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മോര് കറി ഉണ്ടാക്കിയത് കേട്ടോ. ഓക്കെ, ഈ ഒരു പച്ചമണമെല്ലാം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ട്യൂണ അല്ലേ, അതൊന്ന് ഈ ഫോർക്ക് വെച്ചിട്ട് ഞാനതൊന്ന് ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. കഷ്ണമായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ ഉടച്ചെടുത്തിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ടേ. നന്നായിട്ട് മിക്സാക്കി എടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അതിൻ്റെ അരപ്പുകൾ എല്ലാ ഭാഗത്തേക്ക് പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളി എടുത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അതിൻ്റെ ചാറൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചേർക്കുന്നത് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാനും അതുപോലെ തന്നെ കറി ചീത്തയാകാതെ സൂക്ഷിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. നമുക്കിത് കറിയായിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കാം. ഞാനതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആ പുളി വെള്ളം ഒഴിച്ച ആ പാത്രത്തിൽ തന്നെ അതേപോലെ ഒരു പാത്രം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. പാത്രം എന്ന് പറയുമ്പോൾ ചെറിയൊരു കുഞ്ഞൊരു ബൗളാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിത് ഈ ഒരു പരുവത്തിൽ മതി എനിക്ക്, അതുകൊണ്ട് അത്ര വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിനിപ്പോൾ നിങ്ങൾക്ക് വറ്റിച്ചാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചിട്ട് യൂസ് ചെയ്താൽ മതി, വരട്ടി അങ്ങ് എടുത്താൽ മതി. എനിക്ക് ഇച്ചിരി കറിയായിട്ടിരിക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. കാരണം ഇവിടെ എപ്പോഴും കറി ഇങ്ങനെ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് വെച്ചിരുന്നിട്ടൊക്കെ യൂസ് ചെയ്യാമല്ലോ, അതുകൊണ്ടാട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇവിടെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു ബൗളിലേക്ക് മാറ്റി. പിന്നെ അലങ്കാരത്തിന് ഇച്ചിരി കറിവേപ്പിൻ്റെ ഇല കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ട്യൂണ കറി അല്ലെങ്കിൽ ട്യൂണ പറ്റിച്ചെടുത്തത് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. വളരെ 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 ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ബോക്സ് ട്യൂണ ഉണ്ടെങ്കിൽ മതിയാവും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്യാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് മീനോ അല്ലെങ്കിൽ ഉണക്കമീനോ അല്ലെങ്കിൽ പച്ചക്കറിയോ ഒന്നും തന്നെ ഇല്ലാത്ത സമയത്ത് ഈ വെജിറ്റേറിയൻ അല്ലാത്ത ആൾക്കാർക്ക് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.